ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2025 നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരിയിലേക്കാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടും നമുക്ക് ആ ഒരു സമയം തന്നെ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ ഇനി ഒരു 60 ദിവസം സമയമുണ്ട്. 60 ദിവസത്തെ സമയം എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. ഓരോ ദിവസവും ഒരു 1 hour എങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. On the basis of Dale's cone of experience, which of the following learning method is considered to be the most effective? Options: reading text, watching still pictures, listen to lecture, direct purposeful experience. ഈ ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം. അപ്പം നമ്മൾക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ്. ടീച്ചിങ് പ്രോസസ്സിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ആവശ്യകതയും അതിൻ്റെ യൂട്ടിലൈസേഷനെയും കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുകയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് എഡ്ഗർ ഡെയിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് ഡെപിക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൗ ഫോർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ദ ഔട്ട്കം ഫോർ ലേണേഴ്സ്. പഠന മേഖലകളിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ഉപയോഗത്തിലൂടെ എങ്ങനെ ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യിക്കാമെന്നാണ് കോൺ ഓഫ് എക്സ്പീരിയൻസിലൂടെ പറയുന്നത്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഒരു കോൺ ഷേപ്പിലാണ് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ 11 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെയിലിൻ്റെ ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഇൻ ടീച്ചിങ് എന്ന പുസ്തകത്തിലൂടെയാണ്. ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഇൻ ടീച്ചിങ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോണിൻ്റെ ഏറ്റവും ബേസ് ലെവലിലുള്ളത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മുകളിലോട്ട് പോകുന്തോറും ടോപ്പിലേക്ക് എത്തുന്തോറും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കോൺക്രീറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അബ്സ്ട്രാക്റ്റ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളവിടെ കോഗ്നിറ്റീവ് തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. കോൺ ഓഫ് എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ജെറോം എസ് ബ്രൂണറിൻ്റെ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ. ബ്രൂണറിൻ്റെ ലേണിംഗ് പ്രോസസ്സിലെ 3 സ്റ്റേജസ് ആണ് ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇനാക്റ്റീവിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്, ഐക്കോണിക്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ്പീരിയൻസ്, സിംബോളിക്കിൽ വേർഡ്സ് ഓർ വിഷ്വൽ സിമ്പിൾസ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 സ്റ്റേജുകളും എഡ്ഗർ ഡെയിൽ തൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്നുള്ള ബ്രൂണറിൻ്റെ തിയറിയിലെ സ്റ്റേജുകൾ എഡ്ഗർ ഡെയിൽ തൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ആപ്ലിക്കേഷൻ, ക്ലാസ് റൂമിലെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ ഇനി ഈ കോൺ ഓഫ് എക്സ്പീരിയൻസിലെ ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും താഴെ ബേസ് ലെവലിൽ നിന്ന് നോക്കാം. ആദ്യത്തേത് ഡയറക്റ്റ് ആൻഡ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, രണ്ടാമത്തത് കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്, മൂന്നാമത്തത് ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, നാലാമത്തത് ഡെമോൺസ്ട്രേഷൻ, 5 സ്റ്റഡി ട്രിപ്സ്, 6 എക്സിബിറ്റ്, 7 എഡ്യൂക്കേഷണൽ ടെലിവിഷൻ, 8 മോഷൻ പിക്ചേഴ്സ്, 9 റെക്കോർഡിങ്സ് റേഡിയോ സ്റ്റിൽ പിക്ചേഴ്സ്, 10ാമത്തത് വിഷ്വൽ സിമ്പലും, 11ാമത്തത് വെർബൽ സിമ്പലുമാണ്. ഇതിൽ ആദ്യത്തെ 3 ഡയറക്റ്റ് പർപ്പസ്ഫുൾ, കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്, ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെയും ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. അതുകൊണ്ട് ഈ 3 ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കൊടുക്കാം. അടുത്ത 6 കാര്യങ്ങൾ ഡെമോൺസ്ട്രേഷൻ, സ്റ്റഡി ട്രിപ്പ്, എക്സിബിഷൻ, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ, മോഷൻ പിക്ചേഴ്സ്, റെക്കോർഡിംഗ്, റേഡിയോ, സ്റ്റിൽ പിക്ചേഴ്സ്, ഇവയൊക്കെയും ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെയും ഐക്കോണിക് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്. ഇനി ലാസ്റ്റ് 2 ഫാക്ടേഴ്സ് വെർബൽ സിമ്പിൾസും വിഷ്വൽ സിമ്പിൾസും, അത് സിംബോളിക് സ്റ്റേജിലാണ് പെടുന്നത്. ഹൈലി അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ് ആണ് വിഷ്വൽ സിമ്പിൾസും വെർബൽ സിമ്പിൾസും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ 3 ഡയറക്റ്റ്
പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്, ഡ്രമാറ്റൈസ്ഡ്. ഇവയൊക്കെ നമ്മളുടെ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ ഒക്കെ നടത്തിയാൽ നമുക്ക് എന്താണ് പഠിക്കുന്നത്, അതിലൂടെ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇതൊക്കെയും കോൺക്രീറ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിൽ പെടുന്ന കാര്യമാണ്. ദെൻ കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്. ഇവിടെയും നമ്മളുടെ റിയൽ എക്സ്പീരിയൻസ് കാണിക്കാതെ അല്ലെങ്കിൽ മോഡലിലൂടെയോ മോക്കപ്സിലൂടെയൊക്കെ കാണിക്കുന്നതാണ് കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്. അതായത് എഡിറ്റിംഗ് ഓഫ് റിയാലിറ്റി. ദെൻ ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ്. ഡ്രമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആക്ടിങ്ങിലൂടെ കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ദെൻ ഐക്കോണിക് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ, സ്റ്റഡി ട്രിപ്പ്, എക്സിബിറ്റ്സ്, മോഷൻ പിക്ചേഴ്സ്, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ, റേഡിയോ റെക്കോർഡിംഗ്, സ്റ്റിൽ പിക്ചേഴ്സ് ഒക്കെ. ഇവയൊക്കെ നമ്മൾ താഴ്ന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഡെമോൺസ്ട്രേഷന് റേഡിയോ റെക്കോർഡിങ്സിലേക്ക് നോക്കുമ്പോൾ, താഴ്ന്ന് മുകളിലേക്കുള്ള ഓരോ സ്റ്റേജും ഓരോ ഫാക്ടേഴ്സും നോക്കുമ്പോൾ ഒരു ഗ്രേറ്റർ ഇമാജിനേഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. ഫീൽഡ് ട്രിപ്പിലൂടെയും സ്റ്റഡി ട്രിപ്പിലൂടെയും എക്സിബിഷൻസിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഓരോ ഇൻസിഡൻസും നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് താജ്മഹലിൻ്റെ മഹത്വം നമ്മൾ ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും താജ്മഹലിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ മാർബിളിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ക്ലാസ് റൂമിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് സ്റ്റഡി ട്രിപ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് സിംബോളിക് സ്റ്റേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വിഷ്വൽ സിമ്പിൾസ് ആൻഡ് വെർബൽ സിമ്പിൾസ്. ഈ സിമ്പിൾസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇത്തരം വിഷ്വൽ സിമ്പിൾസിലൂടെയും വെർബൽ സിമ്പിൾസിലൂടെയും പഠിപ്പിക്കാൻ സാധ്യമാണോ, അല്ലെങ്കിൽ പഠിക്കാൻ സാധ്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങയുടെ ഈ ഒരു സ്റ്റേജിൽ ആവശ്യമുണ്ട്. എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഈ 11 ലെവലും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിലോരോന്നും ഇനാക്റ്റീവ്, സിംബോളിക്, ഐക്കോണിക് ഉൾപ്പെടുന്നത് ഏതാണെന്ന് നോക്കുക. ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ഉപയോഗം ക്ലാസ് റൂമിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് എഡ്ഗർ ഡെയിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടതാണ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലെ ഒരു ക്ലാസ്. എഡ്ഗർ ഡെയിലിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചു തന്നത്. അപ്പോൾ ഇനി ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. On the basis of Dale's cone of experience, which of the following learning method is considered to be the most effective? മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ബേസ് ലെവലിൽ കൊടുക്കുന്നതായിരിക്കുമല്ലോ. കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഓപ്ഷൻ ഡി, ഡിറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ആദ്യം കോൺക്രീറ്റ് ആയിട്ട് ഡെയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡിറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഒരു ലേണിംഗ് മെത്തേഡിൽ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും സൈക്കോളജി, ഫിലോസഫി, എഡ്യൂക്കേഷൻ, കറണ്ട് അഫയേഴ്സ് അതൊക്കെയും ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ 60 ദിവസം ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1ന് 699 രൂപയാണ് ഫീസ് വരുന്നത്. പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ ഏതാണോ അതിന് 1000 ആണ് വരുന്നത്. 2 പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ 1699 ആണ് നിങ്ങൾക്ക് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി.